ED ഉപയോഗിച്ച് രാഷ്ട്രീയ നേതാക്കളെ BJP കാലും മാറ്റുകയാണെന്ന് രമേശ് ചെന്നിത്തല ആരോപിച്ചു. ആലപ്പുഴ പ്രസ് ക്ലബ്ബ് സംഘടിപ്പിച്ച മുഖാമുഖം പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു രമേശ് ചെന്നിത്തല. ED ഉപയോഗിച്ച് നേതാക്കളെ BJP കാലും മാറ്റുകയാണെന്ന് രമേശ് ചെന്നിത്തല ആരോപിച്ചു. BJPയിൽ ചേർന്നാൽ പിന്നെ അന്വേഷണമില്ല. ദേശീയ തലത്തിൽ ഒരിക്കലും ഉണ്ടാകാത്ത സംഭവങ്ങൾ നടക്കുന്നുണ്ട്. 2 മുഖ്യമന്ത്രിമാരെയാണ് അറസ്റ്റ് ചെയ്തത്. ഇന്ത്യൻ ജനാധിപത്യത്തിലെ കറുത്ത ദിനങ്ങളാണത്. BJPക്കെതിരെ ശബ്ദിക്കുന്നവരെ കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് നിശബ്ദരാക്കാനാണ് ശ്രമം. കോൺഗ്രസിന്റെ ബാങ്ക് അക്കൗണ്ടുകൾ ചട്ടവിരുദ്ധമായി കേന്ദ്ര സർക്കാർ മരവിപ്പിക്കുകയാണ്. തെരഞ്ഞെടുപ്പിൽ പോലും കോൺഗ്രസിന് സ്ഥാനാർത്ഥികൾക്ക് കൊടുക്കാൻ പണമില്ലാത്ത അവസ്ഥയാണുള്ളത്. ഏകപക്ഷീയമായി തെരഞ്ഞെടുപ്പ് നടത്തി വിജയിക്കാനാണ് BJP ശ്രമിക്കുന്നത്. പ്രതിപക്ഷത്തിന് ഒരു ലെവൽ പ്ലേയിങ് ഗ്രൗണ്ട് കൊടുക്കുന്നില്ല. പ്രതിപക്ഷ നേതാക്കളെ ജയിലിലടയ്ക്കുന്നു. തെരഞ്ഞെടുപ്പിനുള്ള ഫണ്ട് പോലും മരവിപ്പിക്കുന്നു. അപ്പോൾ ഏകപക്ഷീയമായ നിലയിൽ നരേന്ദ്രമോദി ഇവിടെ പ്രതിപക്ഷത്തെ അടിച്ചമർത്താനുള്ള നീക്കമാണ് നടത്തുന്നത്. അത് ജനങ്ങൾ മനസ്സിലാക്കണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അതുകൊണ്ട് ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് നിർണായകമാണ്. ഇനി ഒരിക്കൽ കൂടി മോഡി അധികാരത്തിൽ വന്നാൽ ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പേ ഉണ്ടാവില്ല. ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് ഉണ്ടാവില്ല. ഇന്ത്യ ഒരു ബനാന റിപ്പബ്ലിക്കാക്കി മാറ്റാനുള്ള നീക്കമായിരിക്കും ഇവരുടെ ഭാഗത്ത് ഉണ്ടാകാൻ പോകുന്നത്. അതുകൊണ്ട് ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരേണ്ടത് രാജ്യത്തിന് അത്യന്താപേക്ഷിതമാണ്. നമ്മുടെ മതേതരത്വം നിലനിർത്താൻ, മതനിരപേക്ഷത നിലനിർത്താൻ, എല്ലാ വിഭാഗം ജനങ്ങൾക്കും തുല്യമായ നീതി ഉറപ്പുവരുത്താൻ ഇന്ത്യ മുന്നണി ഗവൺമെൻറ് അധികാരത്തിൽ വരണം. അതിനു വേണ്ടിയിട്ടാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന UDF ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. കേരളത്തിലെ സാഹചര്യങ്ങൾ ഒരു കാര്യം വളരെ വ്യക്തമാണ്. നരേന്ദ്രമോദിയെയും പിണറായി വിജയനെയും ജനങ്ങൾ മടുത്തിരിക്കുന്നു. ഈ 2 ഭരണവും ജനങ്ങൾക്ക് കൂടുതൽ അസഹ്യത ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. എപ്പോഴാണ് ഈ 2 പേരും പോകുന്നത് എന്നാണ് ജനങ്ങൾ ചോദിക്കുന്നത്. 2ഉം ഒരേ പതിപ്പാണ്. നാട്ടിൽ സാമ്പത്തിക തകർച്ചയിലേക്ക് ഈ ഗവൺമെൻറ് എങ്ങനെ എത്തി? കടമെടുത്ത് കേരളത്തെ കടക്കണിയിലാക്കിയ ഒരു ഗവൺമെൻറ് അല്ലേ ഇത്? ഇപ്പം എന്താ സ്ഥിതി? ശമ്പളം കിട്ടുന്നില്ല. പണ്ട് KSRTC മാത്രമേ ശമ്പളം കിട്ടാതുള്ളായിരുന്നു. ഇപ്പം കേരള ഗവൺമെൻറ് ജോലി ചെയ്യുന്ന സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം സമയത്ത് കിട്ടുന്നില്ല.